നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. തുടർച്ചയായി ഇന്നലെ 14-ാം ദിവസത്തിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ബൈ നടത്തി 3794.52 കോടി രൂപ ബൈ നടത്തി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1397.6 കോടി രൂപയുടെ സെൽ നടത്തുകയുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്നലെയും വർധനവ് രേഖപ്പെടുത്തി 3.54 വർദ്ധിച്ച് 18.99 എന്നാണ് ഇന്ത്യ വിക്സിലെ നിലവിലെ നിൽപ്പ്. മോഡീസ് എന്ന റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ വളർച്ചയുടെ ഫോർകാസ്റ്റ് ഇന്നലെ റെഡ്യൂസ് ചെയ്യുകയുണ്ടായി. മുൻപ് റേറ്റിംഗ് ഏജൻസി പറഞ്ഞിരുന്നത് 6.7% ഈ 2025 വർഷത്തിൽ വളർച്ച ഉണ്ടാകുമെന്നാണ്. എന്നാൽ അതിപ്പോൾ റെഡ്യൂസ് ചെയ്ത് 6.3% ഏജൻസി ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അടുത്തായി സംഭവിച്ച ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ടെൻഷൻ മൂലമാണ് പുതിയ റേറ്റിംഗ് വരാൻ കാരണം. നമുക്ക് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ നോക്കാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ന്യൂസ് മാത്രമാണ്. ബാങ്ക് ഓഫ് ബറോഡ നെറ്റ് പ്രോഫിറ്റ് റൈസസ് 3%. കമ്പനി 8 രൂപ 35 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. ഇന്നലത്തെ ട്രേഡിംഗ് സെക്ഷനിൽ സ്റ്റോക്ക് 11% ഫോൾ രേഖപ്പെടുത്തി. കാരണം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം വീഴ്ച രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് സ്റ്റോക്ക് ഇടിയുവാൻ കാരണമായത്. അദാനി എനർജി കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുമാനം 78% ഉയർച്ച രേഖപ്പെടുത്തി. കമ്പനിയുടെ റവന്യൂ 35% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഹഡ്കോ കമ്പനിയുടെ ബോർഡ് 2190 കോടി രൂപയുടെ ഫണ്ട് റൈസിങ്ങിനുള്ള അനുവാദം നൽകി. നോൺ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് വഴിയായിരിക്കും ഫണ്ട് ശേഖരിക്കുക. പേടിഎം കമ്പനിയുടെ ക്വാർട്ടർ 4 റിസൾട്ടിൽ 540 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തുകയുണ്ടായി. കമ്പനിയുടെ വരുമാനം 16% ഇടിവ് രേഖപ്പെടുത്തി. LG ഇലക്ട്രോണിക്സ് കമ്പനി 5000 കോടി രൂപ ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പുതിയ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടി. ഏതർ എനർജി കമ്പനി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. സ്റ്റാർട്ടിങ്ങിൽ 2% ഗെയിൻ സ്റ്റോക്കിന് കിട്ടി. എന്നാൽ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഏകദേശം 6% സ്റ്റോക്ക് ഇടിവ് രേഖപ്പെടുത്തി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് IPOയിൽ സ്റ്റോക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. എക്സൈഡ് ഇൻഡസ്ട്രീസ് കമ്പനി ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്. 2 മേജർ ഇരുചക്ര വാഹന കമ്പനികളുമായും ഒരു 3 ചക്ര കമ്പനിയുമായി കമ്പനി ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് വണ്ടികൾക്ക് വേണ്ടിയുള്ള ബാറ്ററികൾ നിർമ്മിക്കുവാനായി. യെസ് ബാങ്ക് ജപ്പാന്റെ SMBC യെസ് ബാങ്കുമായി ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. അത് ബാങ്ക് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാങ്കിന്റെ നല്ലൊരു ശതമാനം സ്റ്റേക്ക് ഈ ജപ്പാൻ സ്ഥാപനം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട്. തൽഫലമായി തന്നെ ഇന്നലെ ഏകദേശം യെസ് ബാങ്കിൽ 9% റാലി ഉണ്ടായെങ്കിലും അത് ഹോൾഡ് ചെയ്യുവാൻ സാധിച്ചില്ല. JBM ഓട്ടോ കമ്പനിയുടെ പ്രോഫിറ്റ് 19% ഉയർച്ച രേഖപ്പെടുത്തി ക്വാർട്ടർ 4 റിസൾട്ടിൽ. കജാരിയ സെറാമിക് കമ്പനിയുടെ ലാഭം 59% ഫോൾ രേഖപ്പെടുത്തുകയുണ്ടായി ക്വാർട്ടർ 4 റിസൾട്ടിൽ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ചാനൽ ദയവായി ഷെയർ ചെയ്യുക.